ബൈബിളിലെ മറിയവും ബൈബിളിലെ യേശുവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് ബൈബിളും കത്തോലിക്ക സഭകളും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ആശയങ്ങളാണ് വച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ വ്യത്യസ്തമാണ്, വ്യത്യസ്തതയുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യേശു മറിയത്തിൽ നിന്നല്ല, വാസ്തവത്തിൽ മറിയത്തിലൂടെയാണ് ജനിച്ചത്. മറിയത്തിലൂടെ യേശു ജനിച്ചപ്പോൾ യഥാർത്ഥത്തിൽ മറിയത്തിൽ ഉരുവായത് ദൈവമല്ല, ദൈവത്തിന് ഒരു ഭൗതിക ശരീരമാണ്. യേശുവിൻ്റെ മനുഷ്യ ശരീരം മറിയത്തിൽ ഉരുവാകുവാൻ ആരംഭിച്ചത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം മൂലമായിരുന്നു. അതുകൊണ്ടാണ് ജനിക്കാൻ പോകുന്ന ശിശുവിനെ ദൈവപുത്രൻ എന്ന് ദൈവവചനം അഭിസംബോധന ചെയ്യുന്നത്. മാത്രമല്ല, യേശു സാധാരണ ഒരു മനുഷ്യ സ്ത്രീയിൽ നിന്ന് ഉരുവാകുന്ന രീതിയിൽ മറിയത്തിൽ നിന്ന് ഉരുവായിട്ടില്ല. യേശു തന്നെ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന്. അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാൻ ഏറ്റവും വലിയവനാണ്. എന്നാൽ യേശു തന്നേക്കാൾ വലിയവനാണ് എന്ന് ഈ യോഹന്നാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മനുഷ്യരൂപം എടുത്തിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും വലിയവൻ യേശുവാണ് എന്നും സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാനാണ് എന്നും ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, യേശു മറിയത്തിൽ നിന്ന് ഉരുവായത് മറ്റേത് മനുഷ്യരും തങ്ങളുടെ മാതാക്കളിൽ നിന്ന് ഉരുവാകുന്നത് പോലെയല്ല എന്നാണ്. അതായത് യേശു മറിയത്തിൽ നിന്നല്ല, മറിയത്തിലൂടെയാണ് ജനിച്ചത്. മറിയത്തിലൂടെ ജനിക്കുന്നതിന് മുമ്പേ അവൻ ദൈവപുത്രനായിരുന്നു, സാക്ഷാൽ ദൈവമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അവൻ നിത്യതയിൽ നിലനിന്നിരുന്ന ഒരു വ്യക്തിയാണ്. മനുഷ്യരൂപമെടുത്തപ്പോൾ മറിയത്തിലൂടെ ജനിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് യേശു മറിയത്തോടല്ല, മറിച്ച് മറിയം യേശുവിനോടാണ് കടപ്പെട്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. യേശുവിൻ്റെ ദൈവത്വം മറിയത്തിൽ നിന്ന് ആരംഭിക്കുന്നതോ മറിയത്തോടോ ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടതോ അല്ല. യേശുവിൻ്റെ ദൈവത്വം പരിശുദ്ധാത്മാവ് വഴിയായി മറിയത്തിലൂടെ മനുഷ്യരൂപം എടുത്തു എന്ന് മാത്രം. അത് യേശുവിന് മറിയത്തോടുള്ള കടപ്പാടാവുകയില്ല, മറിച്ച് മറിയത്തിന് ഒരു വലിയ അനുഗ്രഹമായി തീരുകയാണ് ചെയ്തത്. ദൈവത്തിന് ഏത് കന്യകയെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാമായിരുന്നു എന്നുള്ള വസ്തുത നാം മറന്നുപോകരുത്. എന്നാൽ ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തത് കൊണ്ട് മറിയം ഭാഗ്യവതിയായി. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നാണ് മറിയം പറഞ്ഞത്. ദൈവത്തിന് ആരോടും കടപ്പാടില്ല. അതിനാൽ ദൈവത്തിന് മറിയത്തോട് കടപ്പാടൊന്നുമില്ല. എന്നാൽ മറിയമാകട്ടെ തൻ്റെ ജീവനും രക്ഷയ്ക്കുമായി യേശുവിനോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു സാധാരണ മനുഷ്യന് തൻ്റെ മാതാവിനോടുള്ള കടപ്പാട് യേശുവിന് മറിയത്തോടുള്ളതായി നാം കാണുന്നില്ല. യേശു മറിയത്തിൻ്റെ കർത്താവും രക്ഷിതാവുമാണ്. യേശു മറിയത്തെ അമ്മ എന്ന് വിളിച്ചതായി ബൈബിളിൽ നാം കാണുന്നില്ല. എന്നാൽ മറിയം യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചതായി നാം കാണുന്നു. ഇത് ബൈബിളിൻ്റെ ആധികാരികതയുടെയും യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെയും ഉത്തമമായ തെളിവാണ്. യേശു മറിയത്തിനും മുമ്പേ ഉള്ളവനാണ്. യേശു ക്രിസ്തു ദൈവമാണ്, പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ആ രീതിയിൽ യേശു ക്രിസ്തുവിന് ആരംഭവും അവസാനവുമില്ല. അവൻ മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. യേശു എല്ലാത്തിനും മുമ്പേ ഉള്ളവനാണ്. അബ്രഹാമിനും മറിയത്തിനുമൊക്കെ മുമ്പേ യേശു ഉണ്ടായിരുന്നു. മറിയം ജനിക്കുന്നതിന് പോലും മുമ്പേ, വളരെ മുമ്പേ, അനാദി മുതലേ യേശു ദൈവമായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ടും പാപത്തിൻ്റെ ശിക്ഷ മരണമായതുകൊണ്ടും മനുഷ്യർ നിത്യ നരകത്തിനും അർഹരായി തീർന്നു എന്നുള്ളതാണ് സത്യം. തൻ്റെ സ്നേഹവും കരുണയും നിമിത്തം ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ തീരുമാനിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ നീതിയിൽ മനുഷ്യവർഗത്തെ രക്ഷിക്കണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ്റെയും പാപത്തിൻ്റെ ശിക്ഷ പാപമില്ലാത്ത ഒരുവൻ ഏറ്റെടുത്ത് മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ മനുഷ്യവർഗത്തിന് വേണ്ടി ശിക്ഷ അനുഭവിക്കുവാൻ വേറൊരാളെ നിയോഗിക്കുന്നത് അനീതിയായതുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ ശിക്ഷ
സ്വയം ഏറ്റെടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ പരിശുദ്ധ ത്രിത്വമായി വെളിപ്പെട്ട ദൈവം, പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ ദൈവപുത്രൻ മനുഷ്യനായി ജനിക്കാനും മനുഷ്യർക്കു വേണ്ടി മരിക്കാനും ദൈവിക തീരുമാനമുണ്ടായി. അങ്ങനെ ദൈവം സ്വയം മരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം മറിയമെന്ന കന്യകയിലൂടെ മനുഷ്യനായി അവതരിച്ചു. ഈ ദൈവമനുഷ്യൻ്റെ പേരാണ് യേശു ക്രിസ്തു. അവൻ മനുഷ്യ ചരിത്രത്തിൻ്റെ ഭാഗമായി അങ്ങനെ ഈ ഭൂമിയിൽ ഒരു സ്ഥലത്ത് നസറായനായ യേശു എന്ന പേരിൽ അവൻ അറിയപ്പെട്ടു. നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ്റെ കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചു. യേശു ക്രിസ്തു ഒരേ സമയം പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനുമാണ്. മറിയം യേശു ക്രിസ്തുവിൻ്റെ ദൈവികതയുടെ അമ്മയല്ല. യേശു ക്രിസ്തു മറിയത്തിലൂടെ ജഡമെടുക്കുക മാത്രമാണ് ചെയ്തത്, മനുഷ്യരൂപമെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ അവിടുന്ന് എനിക്കായി ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. യേശുവിൻ്റെ മനുഷ്യ ശരീരം സജ്ജമാക്കി കൊടുത്തത് പിതാവായ ദൈവമായിരുന്നു എന്ന് അതിൽ നിന്നും വ്യക്തമാണ്. അതായത് ദൈവം മനുഷ്യ ശരീരം സ്വീകരിച്ചത് മറിയം എന്ന മനുഷ്യ സ്ത്രീയിൽ നിന്നാണ്. അതിൽ വൈരുദ്ധ്യമൊന്നുമില്ല. കാരണം ആദിയിൽ മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് ഈ യേശു ക്രിസ്തു തന്നെയായിരുന്നു. യേശു തൻ്റെ അമ്മയായ മറിയത്തിന് സാധാരണ വിശ്വാസിക്കുള്ളതിനേക്കാൾ ഉന്നതമായ പദവിയൊന്നും കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ വചനത്തിൽ നിന്നും കാണുന്നുണ്ട്. മറ്റുള്ളവർ മറിയത്തെ പുകഴ്ത്തുന്നത് യേശു അംഗീകരിച്ചില്ല. ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ മറിയത്തേക്കാൾ അനുഗ്രഹീതരാണ് എന്ന് യേശു വ്യക്തമാക്കി. നാം ഇത് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവൻ ഇത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഇത്തരം വൈകാരിക പ്രതികരണങ്ങളെ അംഗീകരിക്കുകയല്ല, മറിച്ച് സത്യത്തിൽ അധിഷ്ഠിതമായ മൂർച്ചയുള്ള മറുപടി കൊടുക്കുകയാണ് യേശു ചെയ്തത്. യേശു മറിയത്തെ അമ്മ എന്നോ പ്രഭു എന്നോ വിളിച്ചതായി ബൈബിളിൽ ഒരിടത്തും നാം കാണുന്നില്ല. മറിച്ച് യേശു മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. യേശു മറിയത്തെ അമ്മ എന്ന് വിളിക്കാതിരുന്നത് യാദൃശ്ചികമായ ഒരു സംഭവമായി കാണുന്നത് ശരിയല്ല. യേശു സ്വർഗീയ കുടുംബത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. നിത്യതയിൽ മറിയം യേശുവിൻ്റെ അമ്മയല്ല, മറിച്ച് യേശുവിൻ്റെ ശരീരമായ സഭയിലെ ഒരംഗമാണ്. രക്ഷ പ്രാപിച്ചവരായ നാം നിത്യതയിൽ യേശുവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യും എന്നതുപോലെ തന്നെ മറിയവും നിത്യതയിൽ യേശുവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ, സുവിശേഷത്തിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നവർ, അവരൊക്കെയും അവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം പ്രാപിക്കുകയും മറിയത്തെക്കാളും ഭാഗ്യവാന്മാരാകുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള ഒരു സാധ്യത യേശുവിൻ്റെ വചനത്തിൽ നിന്നും വളരെ വ്യക്തമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനുള്ള ഒരു തുറന്ന മനസ്സ് സത്യസന്ധതയുള്ള ഒരു മനസ്സിൻ്റെ ലക്ഷണമാണ്. മറിയം തൻ്റെ മാതൃത്വം ഊന്നിപ്പറയുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം യേശു തൻ്റെ ദൈവത്വം ഊന്നിപ്പറഞ്ഞ് സത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ തിരുനാളിൽ ദേവാലയത്തിൽ യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിൻ്റെ പിതാവും, അതായത് യോസഫും, ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്താണെന്ന് അന്ന് അവർ ഗ്രഹിച്ചില്ല എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമെന്ന് ഇന്ന് പലരും പറഞ്ഞ് പ്രശംസിക്കുന്ന മറിയത്തിന് അന്ന് 12 വയസ്സുള്ള യേശു പറഞ്ഞത് ഗ്രഹിക്കാനോ യേശു വഴിയാത്രയിൽ തങ്ങളോടുകൂടെ ഇല്ല എന്ന് മനസ്സിലാക്കുവാനോ മാത്രമുള്ള ബോധം ഉണ്ടായിരുന്നില്ല, ജ്ഞാനമുണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം, എന്ന സത്യം ഇവിടെ നാം അറിയണം. മാത്രമല്ല, യേശു തൻ്റെ ഉയർപ്പിന് ശേഷം ഏകാഗ്രതയോടുകൂടെ തന്നെ അന്വേഷിച്ചിരുന്ന മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷനായി.
എന്നാൽ തൻ്റെ അമ്മയായ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതായി യാതൊരു തെളിവുമില്ല. ഇതിൽ നിന്നും യേശു തൻ്റെ അമ്മയായ മറിയത്തിന് പ്രത്യേക പരിഗണനകളൊന്നും കൊടുത്തിട്ടില്ല എന്നും യേശുവിൻ്റെ സ്നേഹവും പരിഗണനകളും തന്നെ സ്നേഹിക്കുന്ന അന്വേഷിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നതാണ് എന്നും വ്യക്തമാക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ നീതി. ഒരുവൻ അവനോട് ചോദിച്ചു, നിൻ്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരങ്ങളും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അതാണ് ക്രിസ്തീയ കാഴ്ചപ്പാട്, അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവമെന്ന നിലയിൽ തൻ്റെ മേൽ മറിയത്തിന് അധികാരമില്ലെന്നും മറിയം തൻ്റെ ദൈവത്വത്തിൻ്റെ അമ്മയല്ലെന്നും യേശു ഇവിടെ വ്യക്തമാക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവപുത്രൻ്റെ ശുശ്രൂഷയിൽ മറിയത്തിന് അധികാരമൊന്നുമില്ല എന്ന് യേശു വ്യക്തമാക്കി. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷകനെന്ന നിലയിൽ ദൈവപുത്രനായ യേശു മറിയത്തെയും തൻ്റെ സഹോദരരെയും മറ്റു വിശ്വാസികളിൽ നിന്നും വ്യത്യസ്തരായോ എന്തെങ്കിലും പ്രത്യേകതയുള്ളവരായോ കണ്ടില്ല എന്നുള്ള ദൈവവചന സത്യം നാം ഗ്രഹിക്കണം. കാരണം മറിയത്തിന് പോലും യേശുവുമായി നിത്യതയിൽ നിലനിൽക്കുന്ന ബന്ധമുണ്ടാകണമെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണമായിരുന്നു. യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ ജീവിതകാലത്ത് മറിയത്തിൻ്റെ ആദ്യജാതനെന്ന തൻ്റെ ബന്ധത്തെയല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഏകജാതനാണെന്നുള്ള ബന്ധത്തെയാണ്, ഏക പ്രത്യക്ഷതയാണ് എന്നുള്ള ബന്ധത്തെയാണ്, ആ ഒരു സത്യത്തെയാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് യേശുവിൻ്റെ അമ്മയും സഹോദരരും. പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവർക്കെല്ലാം മറിയത്തോടൊപ്പം സ്ഥാനമുണ്ട് എന്ന് യേശു വ്യക്തമാക്കി. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് യേശുവിൻ്റെ അമ്മയും സഹോദരരും. വാസ്തവത്തിൽ ഈ അടിസ്ഥാനത്തിലാണ് മറിയം യേശുവിൻ്റെ അമ്മയായിത്തീരുന്നത്. ആ അർത്ഥത്തിൽ യേശുവിൻ്റെ അമ്മയെപ്പോലെ യേശുവിനോട് അടുത്ത ബന്ധം സ്ഥാപിക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കുമുണ്ട്, എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. അതുകൊണ്ട് മറിയത്തിൽ കൂടെ മാത്രമേ യേശുവിലേക്ക് കടക്കാൻ പറ്റൂ, സമീപിക്കാൻ പറ്റൂ, അപ്രോച്ച് ചെയ്യാൻ പറ്റൂ എന്നുള്ള വാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും ദൈവവചനവിരുദ്ധവും സത്യവിരുദ്ധവുമാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണമെന്ന് മാത്രമാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ടാണ് മറിയം ഭാഗ്യവതിയായത് എന്നുള്ളത് നാം മറന്നു പോകരുത്. കാരണം യഥാർത്ഥത്തിൽ യേശുവുമായുള്ള ജഡരക്തങ്ങളിലുള്ള ബന്ധമല്ല ഒരാളെ ഭാഗ്യവതിയോ ഭാഗ്യവാനോ ആക്കുന്നത്, മറിച്ച് ആത്മീയ ബന്ധമാണ്. ദൈവം അരൂപിയാണ്. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. യേശു ജഡരക്തങ്ങളിലുള്ള ബന്ധത്തേക്കാൾ ആത്മീയ ബന്ധങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ദൈവസന്നിധിയിൽ ഒരു ജഡവും അഹങ്കരിക്കാതിരിക്കാനാണ് ഇത്. പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല, യേശുവിനെ പോലും ഇനി ജഡപ്രകാരം അറിയുവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ ആ ആത്മീയ ബന്ധമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അണിക്കല്ലായിട്ട് നിൽക്കുന്നത്.